ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചിന് മുന്നിൽ അഭിഭാഷകർ പ്രതിഷേധിച്ചു. വനിതാ അഭിഭാഷകയെ അപമാനിക്കുന്ന രീതിയിൽ ജഡ്ജ് പെരുമാറിയെന്ന് പരാതി ഉയർന്നതിന് പിന്നാലെയാണ് പ്രതിഷേധം. ജസ്റ്റിസ് ബദറുദ്ദീൻ കോടതിയിൽ മാപ്പ് പറയണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു. തുറന്ന കോടതിയിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നാണ് ബദറുദ്ദീന്റെ നിലപാട്. വിഷയം പഠിക്കാൻ ചീഫ് ജസ്റ്റിസ് സാവകാശം തേടി. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ സിറ്റിംഗ് ഉച്ചവരെ നിർത്തിവെച്ചു. അലക്സംസ് കറിയ 7/1/2023 മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇന്നലെ വണ്ടി കോടതിയിൽ ഹാജരായിട്ട് വക്കാലത്തിടാൻ വീണ്ടും സമയം ചോദിച്ചു. ഇങ്ങനെ അഭിഭാഷകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ ജഡ്ജി പറഞ്ഞു, അങ്ങനെ ഇത് പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇത് ഇനി മാറ്റിത്തരാൻ പറ്റില്ല, നിങ്ങൾ കേസ് ആർഗ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരോട് അത് മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ്യൂ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആർഗ്യൂ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്ഥിതിവിശേഷമാണിത്. അഭിഭാഷകർക്കും ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ, കാരണം ഒരു അഭിഭാഷകൻ മരിച്ചു, അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ മരിച്ച ഒരു അഭിഭാഷകനാണ്. ഇവിടെ എല്ലാവരുടെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വക്കീലും കൂടിയാണ്, അവർക്ക് 5 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു എല്ലാവരെയും വളരെ വികാരപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞത്, ഒന്ന്, അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. അസോസിയേഷൻ്റെ ജനറൽ ബോഡി തീരുമാനം. അതുവരെ ആ കോടതി നടപടികൾ മാറി നിൽക്കണം.